ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 വെർബുകളിലും അവയുടെ മീനിങ്സും അതുപോലെ തന്നെ കോഞ്ചുഗേഷനുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്യുക. സോ വീഡിയോയിലേക്ക് കടന്നാലോ? ലെറ്റ്സ് ഗോ. രണ്ടാമത്തെ മോഡ്യൂളാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു വീഡിയോ അതായത് കോഞ്ചുഗേഷൻ ഓഫ് verb എസൻ, മ്യോഗൻ, മോഷ്ടൻ. സോ എസൻ, മ്യോഗൻ, മോഷ്ടൻ എന്ന ഈ 3 വെർബുകളുടെ അർത്ഥവും അവയുടെ കോഞ്ചുഗേഷനുമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസൻ എന്ന വെർബാണ്. എന്താണ് എസൻ? എസൻ എന്ന വെർബിന്റെ അർത്ഥം ടു ഈറ്റ്. ഓക്കെ, സോ എസൻ മീൻസ് എന്താണ്? ടു ഈറ്റ്. സോ എസൻ ആക്ച്വലി അതൊരു ഇറഗുലാർ വെർബാണ്. അതൊരു unregelmäßige വെർബാണ്. ഓക്കെ, അതെന്താണ്? ഇറഗുലാർ വെർബാണ്. സോ എസന്റെ കോഞ്ചുഗേഷൻ നമുക്ക് നോക്കിയാലോ. എസന്റെ അർത്ഥം എന്താണ്? ടു ഈറ്റ്. സോ നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ വൈകുന്നേരം ഇന്ന ഫുഡ് കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിലൂടെ ഇത് കഴിച്ചു. സോ അങ്ങനെയൊക്കെ നമ്മൾ ടു ഈറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് യൂസ് ചെയ്യുന്ന ഒരു വെർബാണ് എസൻ. സോ ഇതിന്റെ കോഞ്ചുഗേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് ഇഷ് വരുമ്പോൾ എന്താണ്? എസ് എ എന്ന് തന്നെ ആയിരിക്കും. സാധാരണ എങ്ങനെയാണ് അതുപോലെ തന്നെ ഇഷ് വരുമ്പോൾ എസ് എ. ഓക്കെ, സോ ഓൾറെഡി ഞാൻ ഫസ്റ്റ് ടൈമിലേ പറഞ്ഞു എസൻ എന്താണ്? ഒരു ഇറഗുലാർ വെർബാണ്. സോ ചേഞ്ചസ് എവിടെയൊക്കെയാണ് ആയിരിക്കും വരുന്നത്? ഡൂവിലും എറസിലും ആയിരിക്കുമല്ലോ. അതുകൊണ്ട് എസൻ എന്നതിന്റെ വെബ് സ്റ്റാങ് കളഞ്ഞു എസ് എന്നാൽ അതിൽ ഈസ് ഐ ആയിട്ട് കൺവേർട്ട് ആവും. വൗവൽ ചേഞ്ചസ് സംഭവിക്കും. അതുകൊണ്ട് ദു വരുമ്പോൾ ഇസ്റ്റ് എന്നാണ്. ISST, ഈസ്റ്റ്. ദു വരുമ്പം ഈസ്റ്റ് എന്നാണ് ആ വെർബിന്റെ മാറ്റം. നെക്സ്റ്റ് എറസിസി വരുമ്പോൾ എന്ത് വരും? ഈസ്റ്റ് എന്ന് തന്നെയായിരിക്കും. ദു ഈസ്റ്റ് ആണ്, എറസിസിയും ഈസ്റ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വിയർ എസൻ എന്ന് തന്നെയായിരിക്കും. ഓക്കെ, വിയർ എസൻ ആയിരിക്കും. ഇയർ എന്ന് പറയുന്നത് എസ്റ്റ് ആയിരിക്കും. ഇയർ എസ്റ്റ് എന്നായിരിക്കും അതിന്റെ കോഞ്ചുഗേഷൻ. സി വരുമ്പോൾ 2 സിക്കും എസൻ എന്ന് തന്നെയായിരിക്കും. ഓക്കെ, ഫസ്റ്റ് സി അതായത് അവർ എന്നതിന്റെ സിക്കും എസൻ, അതുപോലെ തന്നെ നമുക്കറിയാം താങ്കൾ എന്ന സിക്കും എന്തായിരിക്കും? എസൻ എന്ന് തന്നെയായിരിക്കും വരുന്നത്. സോ ഇതാണ് എസൻ എന്ന് പറഞ്ഞതിന്റെ കോഞ്ചുഗേഷൻ. നിങ്ങളുടെ പറയാം ഈഷ് എസ് എ. ദു ഈസ്റ്റ് എന്നാണ്, കാരണം ഇതൊരു ഇറഗുലാർ വെർബാണ്. ഓക്കെ, സോ ദു ഈസ്റ്റ്, എറസിസിക്കും ഈസ്റ്റ് എന്ന് തന്നെയായിരിക്കും. നെക്സ്റ്റ് വിയറിന് എന്താണ്? എസൻ. നെക്സ്റ്റ് ഇയർ എസ്റ്റ്, സിക്ക് എസൻ. ഓക്കെ, ഇതാണ് എസൻ എന്ന വെർബിന്റെ കോഞ്ചുഗേഷൻ. ഇനി നമുക്ക് കുറച്ച് ബൈസ്പീലിൽ നോക്കാം, കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഒന്നാമത്തെയാണ് ദി ഫ്രൗ ഈസ്റ്റ് einen Apfel. ദി ഫ്രൗ ഈസ്റ്റ്. ഫ്രൗ എന്ന് പറയുമ്പോൾ തേർഡ് പേഴ്സൺ ആവും. എറസിക്കകത്ത് വരും, അതുകൊണ്ട് ഈസ്റ്റ് എന്ന് വരും. സോ ദി ഫ്രൗ ഈസ്റ്റ്, അതായത് ലേഡി അല്ലെങ്കിൽ എന്ത് കഴിച്ചു? ഒരു ആപ്പിൾ കഴിച്ചു. സോ എന്താണ്? ദി ഫ്രൗ ഈസ്റ്റ് einen Apfel. രണ്ടാമത്താണ് ഈഷ് എസ് einen Apfel. സോ ഈ ഒരു സെന്റൻസുകൾ ജസ്റ്റ് അതിന്റെ കോഞ്ചുഗേഷൻസ് ആയിരിക്കും. ഓക്കെ, ഈഷ് എസ് എ, ഞാൻ കഴിക്കുന്നു, എന്ത് കഴിക്കുന്നു? ആപ്പിൾ, ഒരു ആപ്പിൾ കഴിക്കും. സോ ഈഷ് എസ് എ എന്ന് വരും. നെക്സ്റ്റ് വിയർ എസൻ einen Apfel, ഞങ്ങൾ എന്ത് കഴിക്കുന്നു? ആപ്പിൾ കഴിക്കുന്നു. സോ ഇവിടെയൊക്കെ എന്താണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? അവയുടെ കോഞ്ചുഗേഷൻ ആയിരിക്കും. സോ ഇത്രയുമാണ് എസൻ എന്നൊരു വെർബ്. എപ്പോഴും ഓർക്കുക, എസൻ ഒരു ഇറഗുലാർ വെർബായിരിക്കും. ഡൂബിലും എറസിസിലും ആയിരിക്കും ചേഞ്ചസ് വരുന്നത്. ഇത് രണ്ടാമത്തെ വെർബ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ഇതായിരിക്കും Study nursing in Germany with stipend. 1 lakh monthly stipend. Eligibility: +2 Science, Humanities, Commerce with 70% marks. We offers German language A1 to B2. Admission process: travel assistance. Contact CPTE for getting nursing admissions in Germany.
ഒരിക്കലും നിങ്ങൾക്ക് മ്യോഗ എന്നൊന്നും വരില്ല, ചെറിയൊരു പ്രത്യേകതയുണ്ട്. സോ ഇഷ് വരുമ്പോൾ മാ, ദു വരുമ്പോൾ മാസ്, എറസസി വരുമ്പോൾ മാഗ് തന്നെയായിരിക്കും. ഓക്കെ, ഇഷിലും മാഗെന്നാവും, എറസസിക്ക് മാഗ് എന്നായിരിക്കും വരുന്നത്. നെക്സ്റ്റ് വിയർ. വിയറിന്റെ വരുന്നത് മ്യോഗ. എന്താണ് മ്യോഗ? വിയർ മ്യോട്ട്, രണ്ട് സിക്കും വീണ്ടും, അതായത് ദേയുടെ സിക്കും മ്യോഗ എന്നായിരിക്കും, താങ്കളുടെ സിക്കും മ്യോഗ എന്നായിരിക്കും. സോ ഈ ഒരു മ്യോഗൻ എന്ന വെർബിന്റെ അർത്ഥം എന്താണ്? ടു ലൈക്ക്. സോ ഇഷ് വരുമ്പോഴും മാഗെന്ന് ഓർത്തിരിക്കുക, എറസസി മാഗ് എന്നായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സോ അത് കാണാതെ പഠിച്ചു വെക്കണം. മ്യോഗൻ എന്ന വെർബ് എനിക്ക് ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടപ്പെടും എന്നൊക്കെ വരുമ്പോൾ ഇഷ് മാഗെന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ദു വരുമ്പോൾ മാസ്റ്റർ, എറസസി വരുമ്പോൾ എന്താണ്? മാഗ് എന്ന് തന്നെ ആയിരിക്കും. അത് അവിടെ ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ബൈ സ്പീഡ് നോക്കാം. എക്സാമ്പിൾസ് നോക്കാം. Ich mag Fußball spielen. Means I like to play football. Dana Ich mag Fußball spielen. So ich vannodana myogan enna verb. Means I like to play football. So I liked ennu varuna like ennu varuna verb aanu myogan. Adonde issue ennallathu mag ennayi. Okay, adole ich mag dance. Enikku endana dance, enikku dance കളിക്കാൻ ഇഷ്ടമാണ്. Ich mag tanzen. Wir mögen Bier trinken. ഞങ്ങൾക്ക് ബിയർ കുടിക്കാൻ ഇഷ്ടമാണ്. We like to drink beer. So ബിയർ വന്നുകൊണ്ടാണ് മ്യോഗൻ എന്നായത്. സോ കോഞ്ചുഗേഷൻ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇഷ് mag keinen fish. I don't like fish. എനിക്ക് ഫിഷ് ഇഷ്ടമല്ല. Ich mag keinen fish. നെക്സ്റ്റ് ich mag pizza. Ich mag pizza. എനിക്ക് പിസ്സ ഇഷ്ടമാണ്. ഓക്കെ, സോ നമുക്കൊരു കാര്യം ഇഷ്ടമാണ് എന്നൊക്കെ പറയാനാണ് നമ്മൾ മോസ്റ്റ്ലി എന്ത് യൂസ് ചെയ്യുന്നത്? മ്യോഗൻ എന്ന വെർബ് യൂസ് ചെയ്യുന്നത്. സോ മ്യോഗന്റെ അർത്ഥം എന്താണ്? ടു ലൈക്ക്. കോഞ്ചുഗേഷൻ വരുമ്പോൾ ശ്രദ്ധിക്കാം. ഇത്രയേ ഉള്ളൂ മ്യോഗൻ. നെക്സ്റ്റ് വെർബാണ് മ്യോഷ്ടൻ. സോ A1ന്റെ 4th ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് വെർബുകളാണ് ഇവ മൂന്നെണ്ണം. ഓക്കെ, സോ മ്യോഷ്ടൻ എന്ന വെർബിന്റെ അർത്ഥം എന്താണ്? വുഡ് ലൈക്ക് ടു. ഫോർ എക്സാമ്പിൾ, ich möchte in Deutschland arbeiten und leben. I would like to work in Germany. Okay, so I would like to എന്നതിനാണ് നമ്മൾ മ്യോഷ്ടൻ എന്ന വെർബ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അവിടെ കോഞ്ചുഗേഷൻ നോക്കിയാലോ? സെയിം സിമ്പിൾ കോഞ്ചുഗേഷൻ ആണ്. ഇഷ് വരുമ്പോൾ മ്യോഷ്ടേ, ദു വരുമ്പോൾ മ്യോഷ്ടസ്റ്റ്, എറസസി വരുമ്പോൾ മ്യോഷ്ടേ. സാധാ നമ്മൾ കോഞ്ചുഗേഷൻ ചെയ്യുന്നത് വിയർ വരുമ്പോൾ മ്യോഷ്ടൻ, ഇയർ വരുമ്പോൾ മ്യോസ്റ്ററ്റ്, സി വരുമ്പോൾ മ്യോഷ്ടൻ, ലാസ്റ്റ് താങ്കളുടെ സിക്ക് മ്യോഷ്ടൻ. ഓക്കെ, സോ ich möchte, du möchtest, എറസസി മ്യോഷ്ടേ. സോ ഇഷും എറസസിയും സെയിം ആണ്. മ്യോഗനിൽ നമ്മൾ മാഗ്. സോ മ്യോഷ്ടനിലും ich möchte ആയിരിക്കും, എറസസി മ്യോഷ്ടേ ആയിരിക്കും. ഓക്കെ, സോ we are മ്യോഷ്ടൻ, ihr möchtet, രണ്ട് സിക്കും മ്യോഷ്ടൻ. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. Ich möchte ersten werden. I would like to become a doctor, female doctor. Okay, ich möchte ersten werden. അടുത്തൊരു എക്സാമ്പിൾ കൂടി നോക്കാം. Peter möchte in England studieren. Peter möchte in England studieren. Peter would like to study in England. അതാണ് ആ ഒരു സെന്റൻസിൽ അർത്ഥം. Ich möchte eine Pizza bestellen. I would like to order a pizza. നിങ്ങൾക്ക് ഇങ്ങനത്തെ സിമ്പിൾ സെന്റൻസുകൾ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിൽ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെർബാണ് മ്യോഷ്ടൻ. ഒരു മൊഡാൾ വെർബും കൂടിയാണ്. ഓക്കെ, സോ ich möchte in England studieren. സോ ഒരു മൊഡാൾ വെർബ് ആയതുകൊണ്ടാണ് നടക്ക് മ്യോഷ്ടം എന്ന് സാധാ വെർബ് ലാസ്റ്റ് പോയി കാണുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയത് അതുകൊണ്ടാണ്. നെക്സ്റ്റ് വരുന്നതാണ് we are möchten in the USA flight. We would like to. ഞങ്ങൾക്ക് എങ്ങോട്ട് ഫ്ലൈ ചെയ്യണം? എങ്ങോട്ടേക്കാണ്? USA. ഓക്കെ, അതുപോലെ was möchten Sie essen. നമുക്കിപ്പോൾ ഒരാളോട് ചോദിക്കുന്നത് എന്താണ് would like to eat, നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം. was
അല്ലെങ്കിൽ വാസ് മോഷൻസി ആസ് ആൻ എന്നൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. സോ മോഷൻ എന്ന വെർബിന്റെ അർത്ഥം എന്താണ്? വുഡ് ലൈക്ക്. സോ ഇന്നത്തെ ഈ ഒരു